പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം. ചോറ്റാനിക്കര കണയന്നൂർ ശ്രീവല്ലീശ്വര ക്ഷേത്രത്തിൽ 57ാമത് തൈപ്പൂയ മഹോത്സവം 2025 ഫെബ്രുവരി 3 തിങ്കൾ മുതൽ ഫെബ്രുവരി 10 തിങ്കൾ വരെ ആഘോഷിക്കപ്പെടുകയാണ്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ജിതിൻ ഗോപാൽ ശാന്തിയുടെയും മേൽശാന്തി ധനൂപ് എസ് നാരായണൻ ശാന്തിയുടെയും കാർമ്മികത്വത്തിൽ കൊടിയേറ്റത്തോടെ തുടർന്ന് 8 നാൾ നീളുന്ന താന്ത്രിക അനുഷ്ഠാനങ്ങളോടെയും ഒപ്പം സുപ്രസിദ്ധമായ കാവടി ഘോഷയാത്രകൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളോടെയുമാണ് ഈ മഹാ ഉത്സവം നടത്തപ്പെടുന്നത്. ശ്രീവല്ലീശ്വരന്റെ പുഞ്ചിരി കമലമുഖത്തിന്റെ ദർശന നിർവൃതി അനുഭവിച്ചറിയാൻ നിരവധി ഭക്തജനങ്ങളാണ് ഈ അവസരത്തിൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. ക്ഷേത്രത്തിൽ ശ്രീവല്ലീശ്വരനെ കൂടാതെ ഗണപതി, ഭദ്രകാളി, ശിവൻ, യോഗീശ്വരൻ, നാഗങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. അത്ഭുതകരമാം വിധം ബലസിദ്ധി നൽകുന്ന സമസ്ത ഐശ്വര്യകരമായ ക്ഷേത്ര വഴിപാടാണ് കണയന്നൂർ ശ്രീവല്ലീശ്വര ക്ഷേത്രത്തിലെ സുപ്രസിദ്ധമായ നാരങ്ങാവിളക്ക്. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 6:30 മണി മുതൽ 9 മണി വരെ ഈ വഴിപാട് നടത്താവുന്നതാണ്. ഉദ്ദിഷ്ടകാര്യസിദ്ധി ലഭ്യമാക്കി ഭക്തജനങ്ങൾ 13 ചൊവ്വാഴ്ചകളിൽ തുടർച്ചയായി നാരങ്ങാവിളക്കെടുക്കണം. കെടാവിളക്കിൽ നിന്നും തെളിയിച്ചെടുക്കുന്ന ദീപം തളികയിൽ വെച്ച് ഒപ്പം ഒറ്റ നാരങ്ങയും പുഷ്പവും ചേർത്ത് ഭക്തർ ഏകാഗ്ര മനസ്സോടെ ഭഗവാനെ 6 വട്ടം പ്രദക്ഷിണം ചെയ്യണം. എന്നിട്ട് ഭക്തിപൂർവം കാര്യസിദ്ധി സങ്കല്പത്തോടെ തളിക നടയ്ക്കൽ സമർപ്പിക്കുന്നു. ക്ഷേത്രശാന്തികൾ ദീപവും തളികയും ഏറ്റുവാങ്ങി ഭഗവത് സന്നിധിയിൽ മന്ത്രസഹിതം സമർപ്പിക്കുന്നു. 13 വട്ടം ഇതാവർത്തിക്കുമ്പോൾ ഭക്തന്റെ മനസ്സ് ലക്ഷ്യപ്രാപ്തിയിൽ സാന്ദ്രമാവുകയും ഭക്തന്റെ ഭക്തിയിലും പ്രാർത്ഥനയിലും മനസ്സലിയുന്ന ഭഗവാൻ ആഗ്രഹം ചൊരിയുകയും ചെയ്യുന്നു. നിരവധി അനുഭവസ്ഥർ പലവട്ടം ആവർത്തിച്ച് ഈ തപസ്യയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുവഴി അവർ ശ്രീവല്ലീശ്വരനുമായി കൂടുതൽ അടുക്കുന്നു. ജീവിതം ഭഗവത് കൃപയാൽ ഉത്കൃഷ്ടമാവുകയും ചെയ്യുന്നു. ഇതുകൂടാതെ ക്ഷേത്രത്തിൽ എല്ലാ വെള്ളിയാഴ്ചയിലും ഗുരുതിയും എല്ലാ മാസവും മൃത്യുഞ്ജയ ഹോമവും നടത്തിവരുന്നു.
ശ്രീവല്ലീശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്.